call this cock? ദൈവദൂതനല്ലോ, ശിവനന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാനിനി എവിടെ പോയി വിളിക്കാം മാഷേ? Whatever. Director, none other than Shaji Kailas. Hello, Mr. Pavanai. Very nice to meet you. Thank you. അതായത് ഷാജി കൈലാസ് AK സജിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ധ്രുവം പോലുള്ളൊരു സിനിമ വന്നപ്പോഴാണ് നീയാണ് സാറാണ് ഇവിടുത്തെ ഏമാനം നിറഞ്ഞത്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. പക്ഷെ എഴുതി വന്നപ്പോ ഇതൊരു ശവമായിപ്പോ, ഒരു ചത്ത സിനിമ. ഒരു ഇമോഷൻസും ഒക്കാവാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുള്ള ഒരു അപരാധ സിനിമ. ഇതാണ് പറയുന്നത്, കണ്ടങ്ങി ഇരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. ഇതെങ്ങനെ തന്നെ അപരാധം. ഷാജി കൈലാസിന്റെ ഒക്കെ ഈ ഒരു ഫോൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം 90s കേറിയതല്ല, എന്നെ കേറ്റിയതാ ഈ കൊട്ടാരത്തിലെ പിഞ്ചോമത്തിലെ പോലെ ഇത് ചെയ്തിരിക്കുന്നേ. എന്തൊരു വെറുപ്പിക്കലും മടിപ്പിക്കലുമാണേ. ഞാൻ പറഞ്ഞില്ലേ, ഡ്രോൺസ് ചുമ്മാ വഴിതെറ്റിയൊക്കെ പറക്കുക. അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷമീർ മുഹമ്മദ് മാറിയിരിക്കണം നമ്പീശ, കലികാല ഇപ്പൊ. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? നമുക്ക് പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. ശരി. പുല്ല് വെച്ച് മറിച്ച് കളഞ്ഞേ. അങ്ങനെ ഉടനീളത്തിൽ കുറേ പരിപാടിയുണ്ട്. അങ്ങനെ പുല്ലും ചെടിയിലും വെച്ചിട്ട് സീൻ മറിച്ച് കളയാ. നമുക്ക് കാണാൻ പറ്റുന്നില്ല. പുല്ല് കാണാൻ വേണ്ടിയിട്ടാണ് സിനിമ കാണാൻ പോണത്. വിഷമിക്കണ്ട, എനിക്ക് സന്തോഷായ മാഷെ. കുറച്ച് ഫലപ്രയാസം ഉണ്ടായെങ്കിലും അവക്ക് ഭാഗ്യം ഉണ്ടായല്ലോ. വേറെ ഷോട്ടിൽ ബോബി കുര്യന്റെ മുഖം കാണുന്നില്ല. കാരണം എന്താ, അപ്പുറത്തൊരു ഇലയുണ്ട് മരത്തിന്റെ മുകളിൽ, അതിന്റെ ഷേഡോ വന്നിട്ടാ. ചിലപ്പോ ഇനി ഈസ്തെറ്റിക്കലി ചെയ്താണോ എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ടെക്നിക്കലി വെരി ബാഡ്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. മ്യൂസിക് ഡയറക്ടർ, മ്യൂസിക് ഒറ്റിലും സ്കൂളിൽ പാട്ടൊക്കെ എന്റെ പൊന്നോ. ലില്ലിപ്പൂവേ ലില്ലിപ്പൂവേ എന്തൊരു ക്രിഞ്ച. വിനായക് ശശികുമാറാണോ എഴുതി അറിയില്ല. ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അച്ഛൻ അയ്യോ എന്താ പക്ഷേ? ഹേയ് ഒന്നുമില്ല, വെട്ടുപോത്ത് വെട്ടാൻ മരണു എന്ന് പറയുമ്പോ ആരാണോ ഞെട്ടാത്തത്? അച്ഛൻ എന്ത് ലില്ലിപ്പൂ. അയ്യോ ലില്ലിപ്പൂ, അയ്യോ ലില്ലിപ്പൂ. ഇതില് ലില്ലിയും വില്ലിയും അർജുൻ എനിക്ക് എന്നാണാവോ ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുക. അപ്പം അഭിമന്യുത്തില് ഞാൻ കറക്റ്റ് മാർക്കോന്ന് ഇറങ്ങി വന്ന പോലെ. എനിക്ക് തോന്നുന്നു ഷെരീഫ് മുഹമ്മദിന്റെ ഡിഫൻഡർ ആയിരിക്കും. ജോജുവിന്റെ ആവാൻ സാധ്യതയില്ല. ഷെരീഫ് മുഹമ്മദിന്റെ ഡിഫൻഡർ എടുത്തിട്ട് മാർക്കോന്റെ സെറ്റിൽ നിന്ന് ചുരുട്ടും കൊണ്ടുവന്നിട്ട്, ഉണ്ണിമുഹമ്മദിന്റെ കയ്യിലുള്ള ചുരുട്ടും കൊണ്ടുവന്നിട്ട് വലിക്കുക അഭിമന്യുത്തില്. കൂടെ അച്ഛൻ കേൾക്കണ്ടേ? കൂടുതൽ വലിപ്പിക്കലടാ മോനെ. റഷ്യക്കാരി എന്താ പറയാ, റഷ്യക്കാരിയാണ് നമ്മളെ അറിയിക്കണം. അപ്പൊ ഒരു പോലീസ് പറയാണ്, സോ ഒരു സിഗരറ്റിന്റെ കുറ്റി കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് ഇന്ത്യൻ സിഗരറ്റ് അല്ല, റഷ്യൻ സിഗരറ്റ് ആണ്. വാവ്. അപ്പൊ റഷ്യക്കാരിയാണ് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിച്ച. അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 19 കൊല്ലായി. എന്നാ ഞാൻ അങ്ങട് എങ്ങടെ ഇതിലെ കൺവിൻസിങ് ഭയങ്കരമാണേ, ഭയങ്കര കൺവിൻസിങ്ങാ. അത് പ്രതികാരം ചെയ്യുമ്പോൾ നമുക്ക് തോന്നണല്ലോ, നമുക്ക് ഫീൽ ആവണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണോ ഇപ്പോഴത്തെ സിനിമകള്? അല്ല, അങ്ങനെയല്ല. പോയിട്ടും തലയ്ക്ക് വെളിവുള്ള മനുഷ്യന്മാര് ലൈറ്റിൽ ഓഫാക്കിയിട്ട് മെല്ലെ അവിടെ രക്ഷ. ലൈറ്റ് ഓൾറെഡി ഓഫാക്കി, ഗുണ്ടകൾ ഓഫാക്കി. അപ്പൊ അവിടെ നിന്ന് എസ്കേപ്പ് ആവണ്ടേ മെല്ലാം. പക്ഷെ ഇയാളെന്താ ചെയ്യുന്നത്? ബ്രൈറ്റ് ലൈറ്റിന്റെ ടോർച്ച് എടുത്തിട്ട് അടിക്കുക. ഓ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഗുണ്ടകളെ കാണിച്ചു കൊടുക്കുക. എന്ത് പൊട്ടൻ ക്യാരക്ടർ അത്! അങ്ങനെ ഉണ്ടോ ഇത്? കണ്ടാൽ തന്നെ അറിയാം. എന്തോ ഒരു സീരിയലിന്റെ ടൈറ്റിൽ പോലെ ഫോണ്ടായി കഴിഞ്ഞാലും അതിന്റെ കളേഴ്സ് ആയി കഴിഞ്ഞാലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ടൈറ്റിൽ ഉണ്ട്. അപ്പോ പട്ടി കടിക്കില്ല, അത് പട്ടികൾക്കല്ലേ അറിയാവൂ. ഗോപി കിടിലൻ നടനാണ്, അപാര ലുക്കാണ്, സ്ക്രീൻ പ്രസൻസ് ആണ്.
പക്ഷെ ഒരു കാര്യമില്ല. പിന്നെ എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. അർജുൻ അശോകനുണ്ട്, വില്ലി വില്ലി വില്ലിപ്പൂവേ. മാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. വാണി വിശ്വനാഥ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. കൊണ്ടാല അനുപമ റെഡ്ഡി, കൊണ്ടാല അങ്ങനെ എന്താണ് ആന്ധ്രക്കാരിയാണ്. അപ്പൊ ഇത് ഫീലോട്ടായ ആൾക്കാരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്തോ മെസ്സേജ് വിട്ടാന്ന് തോന്നുന്നു. ഷാജിക്കല്ല പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സി, യെസ് ഐ ആം ഇൻ ദി സീ. ുള്ളത്. പിന്നെ ഇതിൽ വേറെ സംഭവം വെച്ചാല് 369 അത് മമ്മൂക്കയുടെ കാർ നമ്പറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതില് അസീസിന്റെ പെട്ടി ഓട്ടോറിക്ഷയുടെ നമ്പർ 369, ജോജി ജയിലിടുന്ന ഡ്രസ്സിന്റെ ആ നമ്പർ 369. അപ്പൊ ഇത് ഓരോ ഉപദേശ ബുദ്ധിയാണ്. 369 ഇട്ട് കഴിഞ്ഞാൽ കത്തും, തിയേറ്റർ കത്തും. മമ്മൂക്ക ഫാൻസുകാർ നിരങ്ങും, ഫുൾ ഷോ ആയിരിക്കും വെച്ചിട്ട് ഇട്ടതാ. മമ്മൂക്ക ഫാൻസ് മമ്മൂക്കയുടെ പടം കാണാൻ പോണില്ല. ഇവിടെ കരിക്കിന്റെ വില പറഞ്ഞതാ മത്തയച്ചിനെ ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ, തേങ്ങാ കൊലയാ. അപ്പോഴാണ് നിങ്ങൾ ഓട്ടോറിക്ഷ പെട്ടി ഓട്ടാക്കി 369 ജോജുവിന്റെ ജയിൽ നമ്പർ 369 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂക്ക ഫാൻസുകാരെന്ന് വിചാരിക്കുന്നത്. അയ്യോ അച്ഛൻ, അയ്യോ ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ഇതാണോ അച്ഛൻ? അല്ല